ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം സ്ത്രീകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരാമർശിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും, കുടുംബം പണിതവരും കുടുംബം തകർത്തവരും, പിശാചിൻ്റെ പരീക്ഷകളെ ജയിച്ചവരും പിശാചിൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ടു പോയവരും. അനുസരണക്കേടിൻ്റെ പ്രതീകമായിട്ട് ഹവ്വായെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ഒരുമിച്ച് വസിച്ചിരുന്നു. തൻ്റെ ഭർത്താവായ ആദാം ഇല്ലാത്ത സമയത്ത് പരീക്ഷകനായ പിശാച് ഹവ്വയുടെ അടുക്കൽ വരുന്നു. അവൾ വഞ്ചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സാത്താൻ അവളെ ചതിക്കുന്നു. തൻ്റെ ഭർത്താവിനോട് ആലോചിക്കാതെ വിലക്കപ്പെട്ട കനി അവൾ കഴിക്കുകയും തൻ്റെ ഭർത്താവിനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കുടുംബം സമാധാനമുള്ള കുടുംബമായിരുന്നു. ഹവ്വായെ ആദമിൻ്റെ മുമ്പിൽ ദൈവം നിർത്തിയപ്പോൾ ഇതിൻ്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും എന്നാണ് ആദാം ഹവ്വയെ നോക്കി പറഞ്ഞത്. എന്നാൽ പാപം ചെയ്തതിന് ശേഷം നീ എന്നോടുകൂടെ ഇരിക്കുവാൻ തന്നിട്ടുള്ള ഈ സ്ത്രീ എനിക്ക് പഴം തന്നു, ഞാനത് തിന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. അന്നു മുതലാണ് ഭവനങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അനുസരണത്തിൻ്റെ ഉദാഹരണമായിട്ട് അബ്രഹാമിൻ്റെ ഭാര്യ സാറായെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് സകലത്തിലും അനുസരിച്ചിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ വീട്ടിൽ അതിഥികളായിട്ട് ചില പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ അബ്രഹാം സാറായോട് അവരെ ശുശ്രൂഷിക്കുവാനുള്ള കാര്യങ്ങൾ പറയുകയും യാതൊരു വിസമ്മതവും കൂടാതെ തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് സാറായുടെ അനുസരണത്തിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അനുസരണക്കേടിൻ്റെ പ്രതീകമായിട്ട് ഹവ്വ നിൽക്കുമ്പോൾ അനുസരണത്തിന് ഉദാഹരണമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാറായെ പരിചയപ്പെടുത്തുന്നു. ലോകത്തെ സ്നേഹിച്ച ഒരു സ്ത്രീയായിട്ടാണ് ലോത്തിൻ്റെ ഭാര്യയെ ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവൾ ലോകസ്നേഹിയായിരുന്നു. ഇവിടെങ്ങും നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് ദൈവത്തിൻ്റെ ആലോചന ഇരിക്കുമ്പോൾ തന്നെ, ദൂതൻ കൈപിടിച്ചവരെ മുന്നോട്ട് നയിക്കുമ്പോൾ തന്നെ വിട്ടുപോന്ന ലോകത്തിലേക്ക് അവൾ തിരിഞ്ഞു നോക്കിയാണ്. ലോകത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രതീകമായിട്ട്, സ്ത്രീകളുടെ പ്രതീകമായിട്ട് ലോത്തിൻ്റെ ഭാര്യയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഹന്നായെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഹന്ന തൻ്റെ വീട്ടിൽ നിന്ദതയായിരുന്നു, മക്കളില്ലായിരുന്നു. പെനിന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഹന്നായെ നിരന്തരം മാനസികമായിട്ട് നിന്ദിക്കുമായിരുന്നു. ആ നിന്ദയുടെ നടുവിലും ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് വിതുമ്പിക്കരയുന്ന, സങ്കടങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഇറക്കി വയ്ക്കുന്ന, ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഹന്നായെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലിനെ കുറിച്ച് പറയുന്നത് അവൾ വിവേകം ഉള്ള സ്ത്രീയാണ്. ആർക്കുമൊന്നും കൊടുക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് അബീഗയിലിൻ്റെ ഭർത്താവായ നാബാലിനെ പരിചയപ്പെടുത്തുന്നത്. ദാവീദിൻ്റെ ആളുകൾ നാബാലിൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുകയും സഹായം ചോദിക്കുകയും ചെയ്തപ്പോൾ അവരെ നിന്ദിച്ചാണ് നാബാൽ അയക്കുന്നത്. എന്നാൽ അബീഗയിൽ അങ്ങനെ ആയിരുന്നില്ല. ദാവീദിൻ്റെ കോപം ശമിപ്പിക്കുവാനായി ദാവീദിനെ കാണുകയും അതിൻ്റെ പ്രതിശാന്തി വരുത്തുകയും ചെയ്യുന്ന വിവേകമുള്ള ഒരു സ്ത്രീയായിട്ടാണ് അബീഗയിലിനെ പരിചയപ്പെടുത്തുന്നത്. മീഖളിനെ ദൈവത്തിൻ്റെ ആത്മാവ് പരിചയപ്പെടുത്തുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ആത്മീക ഉയർച്ചയിൽ, സ്വന്തം ഭർത്താവ് കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്ദിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ്.
മീഖൾ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിച്ചു. ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പാകെ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ രാജാവിൻ്റെ മകളായ മീഖൾ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിക്കുന്നു. ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് തന്നെ പറയുന്നത് അവളൊരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവൾ എന്നാണ്. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള സ്ത്രീകളെ പ്രശംസിക്കുവാൻ ധാരാളം വകയുള്ള സ്ത്രീകളും അപ്പോൾ തന്നെ യാതൊരു മാതൃകയുമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സൗന്ദര്യം എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയോടെ ജീവിക്കുവാൻ ഏവർക്കും ദൈവം കൃപ നൽകി തരട്ടെ. സാത്താനാൽ വഞ്ചിക്കപ്പെടാതെ, ഭർത്താവിനെ നിന്ദിക്കാതെ, ലോകത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ സമർപ്പിക്കുവാൻ മനസ്സുള്ളവർക്ക് മുൻപിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം ദൈവം നൽകിത്തരും എന്നുള്ളതിന് സംശയമില്ല. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. തിരുവചനം കേട്ട് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഴ